മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദകക്രിയയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വർഗീയ ഭരതേട്ടൻ അനുസ്മരണം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായുള്ള ഹെലികോപ്റ്ററിൽ പറന്നുവരുന്ന പിണറായി വിജയന് പഹൽഗാമിൽ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹത്തെ ഒന്ന് കാണാനോ സ്പർശിക്കാനോ സമയമുണ്ടായില്ല. സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ന് ബിജെപി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഭരതേട്ടനെ പോലെയുള്ളവർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചാണ് ബിജെപി ഇന്നത്തെ നിലയിലെത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറന്നു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റീത്ത് വെക്കാനോ സമയമുണ്ടായില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള ഖുറാനിൽ വിശ്വസിക്കുന്ന നമാസ് നടത്തുന്ന നമുക്കറിയാം കാശ്മീരിലെ ഒമർ അബ്ദുള്ള അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു, രാജ്യത്തോട് കൂറ് പ്രകടിപ്പിച്ചു. ഇവിടത്തെ MA ബേബി ഇറക്കിയ പോലെ സ്റ്റേറ്റ്മെന്റ് കാശ്മീരിൽ ഒരുത്തനും ഇറക്കിയില്ല. കാരണം ഒമർ അബ്ദുള്ള പറഞ്ഞു, ഇത് രാജ്യത്തെ സ്നേഹിക്കുന്നവരും തീവ്രവാദികളും തമ്മിലുള്ള യുദ്ധമാണ്, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം സൂക്ഷിക്കണമെന്ന് അവിടുത്തെ നേതാക്കന്മാരോടും പറഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർ ഖർഗെയോടും പറഞ്ഞു, നിങ്ങൾ AICCയുടെ സ്റ്റേറ്റ്മെന്റ് തിരുത്തണം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തോട് കൂറ് പുലർത്തണമെന്ന് പറഞ്ഞതും ഖുറാൻ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒമർ അബ്ദുള്ളയായിരുന്നുവെങ്കിൽ രാജ്യസ്നേഹികളെയും രാജ്യദ്രോഹികളെയും തിരിച്ചറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിനും സാധിക്കും എന്നുള്ളതാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു TN ഭരതൻ. സ്വന്തം മകനെ പോലും പ്രസ്ഥാനത്തിന് നൽകിയ നേതാവാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ബിജെപിക്ക് ഇന്നുണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് അടിത്തറ പാകിയ നേതാവായിരുന്നു അദ്ദേഹമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്തീയ ഭൌതിക് ശിക്ഷൻ പ്രമുഖ് M ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗം C വാസുദേവൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് M പ്രേമൻ, മേഖലാ പ്രസിഡന്റ് K നാരായണൻ, ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ, മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ, മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് KP ബാബുരാജ്, ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിനോജ് പണിക്കർ, സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു M ശാമുവൽ സ്വാഗതവും അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് നന്ദിയും പറഞ്ഞു. വേദിയിൽ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 100 ദിന കലണ്ടർ പ്രകാശനവും നടന്നു. എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി ഗിരീഷ് ശോഭാ സുരേന്ദ്രനിൽ നിന്നും കലണ്ടർ ഏറ്റുവാങ്ങി. ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ.